മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കെ 2026 വേൾഡ് കപ്പിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഇത്തവണ ആരായിരിക്കും ലോകരാജാക്കന്മാർ? നിലവിൽ അർജന്റീനയുടെ ഗ്രൂപ്പിലുള്ളവരാണ് അൾജീരിയയും ജോർദാനും ഓസ്ട്രിയ ടീമുകൾ. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മത്സരം ജൂൺ 17-ാം തീയതി ഇന്ത്യൻ സമയം 6:30 അൾജീരിയക്കെതിരെയാണ് അർജന്റീനയുടെ ആദ്യ പോരാട്ടം. അർജന്റീനയുടെ ആദ്യ പോരാട്ടം അങ്ങനെ ആരും മറക്കാനിടയില്ല. കാരണം എല്ലാവരും ഓർത്തെടുക്കാൻ കാരണം തന്നെ 2022 വേൾഡ് കപ്പിലെ സൗദി അറേബ്യയുമായുള്ള പോരാട്ടത്തിൽ അർജന്റീന അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര ചെറിയവരാണെങ്കിലും അർജന്റീന ഇത്തവണ കരുതി തന്നെ ഇരിക്കും. നിലവിൽ ശരിക്കും അർജന്റീന അൾജീരിയയെ ഭയക്കണം. കാരണം നെതർലാൻഡിനെ തകർത്തെറിഞ്ഞു, ഉറുഗ്വേയുമായി സമനില, ഗുഡമലയെ 7 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞു. അവസാന 3 മത്സരങ്ങളിലെ അൾജീരിയയുടെ പെർഫോമൻസ് ആണിത്. ഇനി അങ്ങോട്ട് നീളുന്ന കണക്കുകൾ വളരെ വലുതാണ്. കാരണം വലിയ തോൽവികളൊന്നും അൾജീരിയ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ അർജന്റീനയ്ക്ക് 8ന്റെ പണി കൊടുക്കാൻ ഒരുങ്ങി തന്നെ വരികയാണ് അൾജീരിയ. ഈ വരുന്ന 11-ാം തീയതി ബൊളീവിയക്കെതിരെയാണ് അൾജീരിയയുടെ അവസാന ഫ്രണ്ട്ലി മത്സരം. ഈ മത്സരത്തിൽ അർജന്റീനയെ എങ്ങനെ തടയാമെന്നതിന് കൃത്യമായ പ്ലാൻ ഒരുക്കിക്കൊണ്ട് അത് എങ്ങനെ ഗ്രൗണ്ടിൽ നടപ്പാക്കാനാകുമെന്നാണ് അൾജീരിയ ബൊളീവിയക്കെതിരായുള്ള മത്സരത്തോടെ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗെയിമിംഗ് പൊസിഷനോ അവിടെ എന്ത് നടക്കുന്നോ എന്നൊന്നും പുറം ലോകത്തിന് അറിയാത്ത വിധത്തിൽ ഫ്രണ്ട്ലി മത്സരം ഒരുക്കാനാണ് അൾജീരിയയുടെ ശ്രമം. മീഡിയക്കാരെയോ ആരാധകരെയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിനെയോ ഒന്നും ആ മത്സരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നില്ല. അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും അർജന്റീന ബൊളീവിയ മത്സരം നടക്കുക എന്നാണ് റിപ്പോർട്ട്. മത്സരം പോഡ്കാസ്റ്റും ഉണ്ടായിരിക്കുന്നതല്ല. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സ് ആണ്. ആ റിപ്പോർട്ട് നമുക്ക് നോക്കാം. 2026 വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് അർജന്റീനക്കെതിരായ അരങ്ങേറ്റത്തിന്റെ അവസാന വിവരങ്ങൾ അൾജീരിയ ആരെയും അറിയിക്കുന്നില്ല. പ്രത്യേകിച്ച് ഫ്രണ്ട്ലി മത്സരത്തിൽ അവരെടുക്കുന്ന ഗെയിം പ്ലാനുകളോ തീരുമാനങ്ങളോ പുറം ലോകത്തെ അറിയാത്ത രീതിയിൽ എടുക്കാനാണ് അൾജീരിയയുടെ ശ്രമം. അർജന്റീനയിൽ അടുത്ത ബുധനാഴ്ചയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതായത് അവിടുത്തെ രാത്രി 10 മണിക്കാണ് മത്സരം എന്നാണ് പറയുന്നത്. പൊതുജനങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും സാന്നിധ്യം ഉണ്ടാകില്ല. ഡി സ്പോർട്സ് റേഡിയോ പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ആഫ്രിക്കൻ ടീം ആൽബിസെലേസ്റ്റയുമായുള്ള ഏറ്റുമുട്ടലിന് മുമ്പ് ഫൈനൽ ടെസ്റ്റാണ് ആ കളിയെ ഉപമിക്കുന്നത്. ഇങ്ങനെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഫിഫയുടെ അനുമതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് 8ന്റെ പണി നൽകാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയുടെ വരവ്. സ്കലോണി ഏത് പ്ലാൻ കൊണ്ട് അവരെ നേരിടുമെന്ന് കാത്തിരിക്കുകയാണ് ഓരോ ആൽബിസെലേസ്റ്റൻ ആരാധകരും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.